വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം നീളുകയാണ്. മണ്ണുണ്ടി കോളനിക്ക് സമീപത്തായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നു. 10 ടീമായി തിരിഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നത്. ഡ്രോൺ നിരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൗത്യ സംഘത്തെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് സമയങ്ങൾ നീണ്ടുപോകുന്നത്. 3-ാം ദിവസമാണ് ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ആ ദൗത്യം വെല്ലുവിളിയാകുന്ന ഘട്ടത്തിൽ കൂടുതൽ സംഘങ്ങളായി തിരിഞ്ഞ് 10 സംഘങ്ങളായി ടീം തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ സ്ഥലവും ലൊക്കേഷനും ഒക്കെ അറിയാൻ വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നത്. എങ്കിൽ മാത്രമേ ദൗത്യം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ദൗത്യത്തിന് പരുവപ്പെട്ട അതിന് പറ്റിയ ഒരു അന്തരീക്ഷവും സാഹചര്യവും ഉണ്ടായെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ആന ഇങ്ങനെ സഞ്ചരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിക്കുകയും ചെയ്തു. ഫെലിക്സും കമലുമാണ് ചേരുന്നത്. ഫെലിക്സ്, ആന ഇപ്പോൾ എവിടെയാണുള്ളത്? 3-ാം ദിവസവും വൈകുന്നു. ഇന്ന് ദൗത്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടോ? എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ? പ്രജീഷ്, ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ പറയുന്ന ആന മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ആ കോളനി പരിസരത്തു നിന്നും പലയിടങ്ങളിലേക്കായി ആന നീങ്ങുന്നു, അതിവേഗം നീങ്ങുന്നു. ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് നമ്മൾ കാണുന്ന ആന, അവിടെ വെച്ച് ഈ ആനയെ മയക്കേട് വെച്ചാൽ, ഇപ്പോൾ ക്രൈം സ്ക്വാഡ് DFO ആണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ദൗത്യം നടത്തിയാൽ അത് മയക്കൂടി വെച്ചാൽ 2 കിലോമീറ്ററോളം ഓടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓടുമ്പോൾ കോളനിയിലെ ജനവാസ മേഖലയിലേക്ക് ആന എത്തും. അതുകൊണ്ട് ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലത്ത് പോസിബിൾ അല്ല. ഇപ്പോൾ ആന നിൽക്കുന്ന മണ്ണുണ്ടി കോളനി പരിസരത്തെ വനമേഖലയിൽ ദൗത്യം നടത്താൻ കഴിയില്ല, പ്രായോഗികമല്ല എന്നതാണ് ഫ്ലൈയിങ് സ്ക്വാഡ് DFO ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ റോഡ് മാനന്തവാടി ബാവലി കർണാടക റോഡ് ആ പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയിലേക്ക് പോകുന്ന വഴി അവിടേക്ക് എത്തിയാൽ, അതായത് ഹൈവേയിലേക്ക് എത്തിയാൽ തീർച്ചയായും അവിടെ വെച്ച് ഇത് നടത്താൻ കഴിയും എന്നതാണ്. അതിനപ്പുറത്തേക്ക് അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അനുയോജ്യമല്ല എന്ന കണ്ടെത്തലാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പാതയിലേക്ക് എത്തിയാൽ, അതായത് പൂർണ്ണമായും റോഡിലേക്ക് എത്തിയാൽ, റോഡിൻ്റെ വശത്തേക്ക് എത്തിയാൽ അവിടെ വെച്ച് ഈ ദൗത്യം നടത്താൻ കഴിയും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതല്ലാതെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, ആന നിൽക്കുന്ന സ്ഥലത്ത് ദൗത്യം സാധ്യമല്ല, പ്രായോഗികമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത്, ഞാൻ പറഞ്ഞ ഈ റോഡുണ്ടല്ലോ, പ്രധാനപ്പെട്ട റോഡ്, അതായത് മാനന്തവാടി കാട്ടിക്കുളം ബാവലി കർണാടക, ആ റോഡ്, നമ്മൾ ഈ കാണുന്ന ഈ പാതയുടെ സമീപത്തേക്ക് ആന എത്തുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ ഓപ്പറേഷൻ സാധ്യമാണ്. അല്ലാത്ത പക്ഷം നിലവിലെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല എന്ന് അദ്ദേഹം പറയുന്നതിന് ഒരു കാരണം, സർ, നമ്മൾ ഇപ്പോൾ ആന എവിടെ ഉണ്ട് മാഡം അത് ഔദ്യോഗികമായിട്ട് പറയും. അടുത്ത കാര്യം, ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം മണ്ണുണ്ടി കോളനി പരിസരം, അതിൻ്റെ പരിസരം തന്നെയാണ്. അവിടെ വെച്ച് നമുക്ക് ഈ ഓപ്പറേഷൻ എന്താണ്? അല്ല, അത് കോളനിവാസികളുടെ സുരക്ഷ മാനിച്ചിട്ട് തന്നെയാണ്. കാരണം അവിടെ വെച്ച് മയക്കോടി വെച്ച് കഴിഞ്ഞാൽ ആന കോളനി ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അത് ദുഷ്കരമായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഈ റോഡ് സൈഡോ മറ്റു ഭാഗങ്ങളിലേക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഈ ആനയെ മയക്കൂടി വെച്ചാൽ 2 കിലോമീറ്ററോളം ഓടാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കും. അതെ, തീർച്ചയായിട്ടും. ആന മയക്കോടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കൂടുതൽ ദൂരം ഓടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കോളനി ഭാഗത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആന ഒരേ സ്ഥലത്ത് നിൽക്കുകയാണോ അതോ നീങ്ങി പൊന്തക്കാട്ടിനുള്ളിൽ നിൽക്കുകയാണ്? അതെ, അല്ല, കോളനി ഭാഗത്ത് നമുക്ക് പ്രായോഗികമല്ല. അല്ല, ആന നീങ്ങുന്നില്ല, ഒരേ സ്ഥലത്ത് അധികം മൂവ്മെന്റ് ഇല്ല, സ്ലോ മൂവ്മെന്റ് ആണ്. ഫ്ലൈയിങ് സ്ക്വാഡ് DFO ആണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് പൊന്തക്കാടിന് സമീപത്തായി ആന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ ഭാഗത്ത് വെച്ച്, അതായത് ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആക്ഷൻ മിഷൻ
പ്രായോഗികമല്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സമയം ഇത്ര വൈകിയ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഏതായാലും ദൗത്യം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വനംവകുപ്പ് രാവിലെ മുതൽ പരമാവധി അത് ശ്രമിക്കുന്നുണ്ട്, ആ ശ്രമം നടത്തുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴൊരു കൂടിക്കാഴ്ച നടത്തിയാണ്, അവരവിടെ ചർച്ച നടത്തിയാണ്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിക്കും, അതോ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും തീരുമാനമുണ്ടാകും. ചേരുന്നുണ്ട് ബാവലിയിൽ നിന്നും കമൽ. DFO പറയുന്നതനുസരിച്ചാണെങ്കിൽ ദൗത്യം വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലാണ്. അത് ആനയുടെ സാന്നിധ്യം ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത്, പിന്നെ അതിവേഗത്തിലുള്ള ആനയുടെ സഞ്ചാരം, ഇതൊക്കെയാണ് വെല്ലുവിളിയായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൗത്യം പൂർത്തീകരിക്കുക സാധ്യമല്ലായിരിക്കും അല്ലേ? പ്രജീഷ്, സമയം ഏതാണ്ട് 5:15 ഇന്ന് ദൗത്യം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്പസമയം മുമ്പും പക്ഷേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല, ഇപ്പോഴും ദൗത്യസംഘം ഉള്ളിൽ തുടരുന്നു എന്നാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടത്തിയത്. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചായിരുന്നു ഇന്നത്തെ നീക്കങ്ങൾ. ദൗത്യസംഘത്തിൻ്റെ 200-ലധികം വരുന്ന വനംവകുപ്പ് ജീവനക്കാർ സംഘങ്ങളായി തിരിഞ്ഞ് 10 പേരുള്ള സംഘങ്ങളായി തിരിഞ്ഞാണ് 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്ന് വനത്തിനകത്ത് തിരച്ചിൽ നടത്തിയത്. രാവിലെ 7:30-ക്കും പിന്നീട് 9:30-ക്കും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചു. അതിനെ പിന്തുടർന്നായിരുന്നു തിരച്ചിൽ. ഏതാണ്ട് 10-10:30 തന്നെ ആനയെ നേരിട്ട് കാണാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞു. പക്ഷേ അപ്പോഴൊന്നും മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലത്തായിരുന്നില്ല ഈ മോഴയാന നിന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ആന. ഏതാണ്ട് വൈകിട്ട് 3 മണിയോടെ ഈ മണ്ണുണ്ടി കോളനിയുടെ ഭാഗത്ത് ആന ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഡ്രോൺ ഉപയോഗിച്ച് ആ സമയത്തെ നിരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അവിടെ മയക്കുവെടി സംഘം അടക്കം ക്യാമ്പ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആന വീണ്ടും ഉൾവനത്തിലേക്ക് നീങ്ങി. അപ്പോഴും ആനയെ ഈ അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് എവിടെയെങ്കിലും എത്തിക്കാനുള്ള ശ്രമമാണ് ദൗത്യസംഘം നടത്തിയത്. കാരണം ഈ ലോറി എത്തി ആനയെ കൊണ്ടുപോകേണ്ടതുണ്ട് മയക്കുവെടി വെച്ചാൽ. അതുകൊണ്ട് തന്നെ പ്രധാന റോഡിന് അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്, അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ ഈ സമയം വരെ അത് വിജയിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് എന്തായാലും ലഭിച്ചിട്ടില്ല. അതീവ ദുഷ്കരമാണ് ദൗത്യം. കാരണം വലിയ പൊക്കത്തിലുള്ള അടിക്കാടുകൾ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം അറിയുമ്പോൾ പോലും ആനയെ നേരിട്ട് കാണാൻ, അടുത്ത് നിന്ന് പോലും നേരിട്ട് കാണാൻ ദൗത്യസംഘം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്തായാലും ഇന്ന് വനം വകുപ്പിന്റെ അയൽ ജില്ലകളിൽ